ജയഹിന്ദ്. നാദബ്രഹ്മത്തിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ മിനിയാന്ന് 26-ാം തീയതി പരിപാടി കഴിഞ്ഞ് ഇന്നലെ തൃശ്ശൂർ കുറേ തിരക്കുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നേ ഉള്ളൂ. അതിനിടയിൽ ഒരു മെസ്സേജായിട്ടിടാനോ വീഡിയോ പ്രിപ്പയർ ചെയ്തിടാനോ ഒന്നിനും സമയം കിട്ടിയില്ല. പക്ഷേ അത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് വലിയൊരു ഭാരമായി മാറുന്നതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ സന്ദേശം ഇവിടെ ഇടുന്നത്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ മെസ്സേജ് ഞാനിവിടെ ഇടുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 26-ാം തീയതി നിങ്ങളെല്ലാവരും കൂടി ടൗൺ ഹാളിൽ ഒരുക്കിയ പ്രോഗ്രാം വളരെ ഗംഭീരം. നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം ആ പ്രോഗ്രാമിൽ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചു. ഒരു വിമുക്ത ഭടൻ എന്നുള്ള നിലയ്ക്ക് അതിനുള്ള നന്ദിയും സന്തോഷവും എല്ലാം ഞാൻ അറിയിക്കുകയാണ്. മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ ഹരികുമാറിന് കിട്ടിയതൊക്കെ വളരെ വളരെ ഭാഗ്യമുള്ള കാര്യങ്ങളാണ്. അമല ഡയറക്ടർ ഫാദർ അറക്കൽ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അതുകൂടാതെ യുദ്ധസേവാ മെഡൽ നേടിയ ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ, ഹവൽദാർ ഈനാശുവിൻ്റെ വീർനാരി ഷിജി, പിന്നെ സദസ്സിൽ അഡ്മിറൽ ഹരികുമാറിൻ്റെ വൈഫ്, ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ്റെ വൈഫ് ജലജ മാഡം, അതുപോലെ കേണൽ PRM രവി, കേണൽ ജയപ്രകാശ്, ഒത്തിരി ആളുകൾ, പിന്നെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ അമർ ജവാൻ സ്മാരകത്തിൽ അദ്ദേഹത്തെ അഡ്മിറലിനെ കൊണ്ടുവന്നത് മുതൽ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നെങ്കിലും എനിക്ക് അമർ ജവാനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയുവാൻ സാധിച്ചു. നിങ്ങളെല്ലാവരും ഗസ്റ്റുകളായിട്ട് വിളിച്ച് ഞങ്ങളെയൊക്കെ ഒത്തിരി ഗൗനിച്ചു, ഒത്തിരി മാനിച്ചു, ഒത്തിരി സ്നേഹം തന്നു. അതുപോലെ അറക്കലച്ചനും ബിസ്രാമിലെ ശ്രീ ശന്തുവൊക്കെ പട്ടാളക്കാർക്കും വിമുക്തഭടന്മാർക്കും ഉള്ള ആനുകൂല്യങ്ങൾ മനസ്സ് തട്ടി പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തത് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നി. അതൊക്കെയാണ് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ നാച്ചുറലായിട്ട് വന്നു ചേരുന്ന ബൈ പ്രോഡക്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് ആ ദേശഭക്തി ഗാനാഞ്ജലി തന്നെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എനിക്ക് പോകേണ്ടി വന്നു. എനിക്ക് ഒരു പാട്ട് പോലും കേൾക്കാൻ നിൽക്കാൻ പറ്റിയില്ല. ഇക്കൊല്ലവും 2-3 പാട്ട് കേട്ട് പോകണമെന്നായിരുന്നു താല്പര്യം. പക്ഷെ അഡ്മിറൽ ഇരുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കിട്ടുന്ന നിമിഷങ്ങൾ എനിക്കും വലിയ അനുഗ്രഹമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഞാനിരുന്നു. പക്ഷെ അതൊട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല, നഷ്ടപ്പെട്ടില്ല. വളരെ ഗംഭീരമായിട്ടുള്ള, അതും ഫ്രണ്ട് റോയിലിരുന്ന് ഓർക്കസ്ട്ര ടീം അംഗങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് വായിച്ചവരുടെ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും ആ ബോഡി ലാംഗ്വേജും അതുവരെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റി. ഹിന്ദി പാട്ടുകളിൽ എടുത്തു പറയേണ്ടത് ആ ഹിന്ദി വാക്കുകൾ, ഉറുദു വാക്കുകളുടെ ഡിക്ഷൻ, അത് പ്രൊനൗൺസ് ചെയ്ത രീതി, അത് മനസ്സിൽ തട്ടിയ ദേശഭക്തി ഉൾക്കൊണ്ട് തന്നെ പാടിയ പാട്ടുകൾ 10-20 പാട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് ആ പ്രോഗ്രാം നേരം വൈകിപ്പോയി. 9:30 ആകുമ്പോഴേക്കും എനിക്ക് എല്ലാ ഓർക്കസ്ട്ര ടീം അംഗങ്ങളോടും ഓരോ പാട്ട് പാടിയ വ്യക്തികളോടും അടുത്ത് വന്ന് നിങ്ങളെയൊക്കെ അഭിനന്ദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് സമയം കിട്ടിയില്ല. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഓരോ വ്യക്തിക്കും പാട്ടുപാടിയ കുഞ്ഞ് മക്കൾ തൊട്ട് വളരെ മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും വരെ എത്ര ഭംഗിയായിട്ടാണ് എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥതയായിട്ടാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്തത്, എത്രത്തോളം പ്രാക്ടീസ് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഞാനും അഡ്മിറൽ ഹരികുമാർ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത് വളരെ വളരെ അന്ന്
ശ്രീ സോമശേഖർ പറഞ്ഞ പോലെ ദേശഭക്തികളെ കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അതിൽ ഒരൊറ്റ പാട്ട് പോലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തത്ര സ്റ്റാൻഡേർഡ് പുലർത്തി. മറ്റേ സൗണ്ട് സിസ്റ്റവും വളരെ ഗംഭീരമായിരുന്നു. നിങ്ങളുടെ LED സെറ്റപ്പ്, അറേഞ്ച്മെന്റ്, സ്റ്റേജിന്റെ അറേഞ്ച്മെന്റ്, പിന്നെ അഡ്മിറലിന്റെ സ്പീച്ച് വളരെ ഹൈ ലെവലിലുള്ള കാര്യങ്ങളാണ്. അദ്ദേഹവും വളരെയധികം തയ്യാറെടുത്തിട്ടാണ് ആ സ്പീച്ചിന് വന്നിരിക്കുന്നത്. പിന്നെ സോമശേഖരന്റെ അധ്യക്ഷ പ്രസംഗം, ഗണേശന്റെ 2 വരികളിലുള്ള നന്ദി പ്രകടനം, സുധാജിയുടെ സ്വാഗത പ്രസംഗം, ഒന്നും നമുക്ക് എന്താ പറയണേ മാറ്റിവെക്കാൻ പറ്റില്ല. അത്ര നന്നായിരുന്നു. എന്തായാലും കഴിഞ്ഞ കൊല്ലം 2025 ഈ പ്രോഗ്രാം നടന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നടത്തിയ കുറേ ചർച്ചകൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം സാഹിത്യ അക്കാദമി ഹാളിൽ നടത്തിയ ആ പ്രോഗ്രാം ഇന്ന് ഇത്രയും വലിയൊരു സ്റ്റാൻഡേർഡിൽ നിങ്ങളത് എത്തിച്ചു. ഇത് നിങ്ങൾക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറും. കാരണം ഇനി ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് നിങ്ങൾക്ക് താഴെ വരാൻ പറ്റില്ല. ഇനി ഇതിനും ഉയർന്ന രീതിക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ പറ്റുള്ളൂ. പണ്ട് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഗുരുവായൂർ 10-35 കൊല്ലം മുമ്പ് തുടങ്ങിയ സംഗീതാർത്ഥത്തിന് ഇത്രയും കൊല്ലങ്ങൾ എത്തി നിൽക്കുന്നത് പോലെ ഈ ജയ് ജവാൻ പ്രോഗ്രാമും കുറെ കഴിയുമ്പോൾ 30-ാമത്തെ കൊല്ലവും 40-ാമത്തെ കൊല്ലവും 50-ാമത്തെ കൊല്ലവുമായിട്ട് വളരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുന്നു. ഈ സംഘടനയും ഇത്തരം നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമുകളും ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെന്തും ഈ ചടങ്ങെന്ന് മാത്രമല്ല ഇത്തരം ചടങ്ങുകളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പും നൽകിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.